ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 17 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലുകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുകയില്ല, കൈവെടിയുകയില്ല. നമ്മളുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും നോക്കി നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മുടെ വേദനകളിൽ ഇറങ്ങി വന്നവനാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ വലിയ പീഡനം അനുഭവിക്കുന്ന കണ്ട് ദൈവം അവരുടെ പ്രവർത്തികളെ കുറ്റപ്പെടുത്തി അവർക്കെങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ പീഡനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയല്ല ചെയ്തത്. തൻ്റെ മക്കളുടെ വേദനവും രോദനയൊക്കെ മനസ്സിലാക്കിയ ദൈവം അവരിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് നമ്മൾ മോശ വഴി ഇസ്രായേൽ ജനത്തിനെ ദൈവം വീണ്ടെടുക്കുകയാണ്. ഇന്നും ആ തമ്പുരാൻ നമ്മളെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്നവനാണ്. അവൻ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. നമ്മളൊക്കെ ജീവിതം പടുത്തുയർത്താനൊക്കെ കഷ്ടപ്പെടുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ജീവജലം, ദരിദ്ര നിരാലംബലും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരം അരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവെടിയുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലുകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് നമ്മളായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യം ആത്മീയവും ഭൗതികമായ എല്ലാ മേഖലകൾക്കും ഈ വചനത്തിന് കടന്നു വരാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ആത്മീയ മേഖലയിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ വരൾച്ചകളും, നമുക്കൊരു ഉണർവില്ല, ഉന്മേഷമില്ല, ഒരു മടുപ്പ്, അങ്ങനെയൊക്കെ അവസ്ഥയുണ്ടാകാം. അവിടെയും കർത്താവ് നമ്മളെ കരകയറ്റും, നമ്മളതിൽ ഉയർപ്പിക്കും. അതിൻ്റെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തളരുന്നതനുസരിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും അവിടെയും കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല, നമ്മളെ കരകയറ്റുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ ഈ 2024 പറഞ്ഞിട്ടുള്ളതുപോലെ ദിസ് ഈസ് ദ ഇയർ ഓഫ് റിസ്റ്റോറേഷൻ. നമ്മുടെ ജീവിതങ്ങളെ പുനർസൃഷ്ടിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മൾ അനുഭവിക്കുന്നൊരു വർഷമാക്കി ഇതിനെ നമ്മൾ മാറ്റണം. ദൈവം അങ്ങനെ ചെയ്യാൻ തയ്യാറാണ്. ഇനി നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നതും തകർച്ചകളൊക്കെ വീണ്ടെടുക്കപ്പെടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് പരിശ്രമം നടത്താൻ തയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി പരിശ്രമം എന്ന് പറയുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളെന്ത് വില കൊടുക്കാൻ തയ്യാറുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും
നമ്മളുടെ പ്രശ്നമെന്ന് പറയണത് ഈ വില കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മളൊക്കെ തോറ്റുപോകുന്നത്. ഈ വേദപുസ്തകത്തിൽ ഏകദേശം 8500-ൽ പരം വാഗ്ദാനങ്ങൾ ദൈവം തരുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ രേഖപ്പെടുത്താത്ത ഒരു പ്രശ്നവും ഒരു സൊല്യൂഷനും ഇന്ന് ഭൂമിയിലില്ല. മനുഷ്യവംശം എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം കരുണയും സ്നേഹമുള്ള ദൈവം ഇത്രയും വാഗ്ദാനങ്ങൾ തന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്കിത് ലഭിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാം സൗജന്യമായി കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ രക്ഷ സൗജന്യദാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രക്ഷ സൗജന്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് വെറുതെ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന പോലെ കിട്ടുന്ന സാധനമല്ല. എന്തുകൊണ്ടാണത് സൗജന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് പനി പിടിക്കുകയാണ്. 98 ഡിഗ്രിയാണ് നോർമൽ ടെമ്പറേച്ചറും. അത് 101 ആകുമ്പോൾ പനി വന്ന് 102 ആകുമ്പോൾ അയ്യോ പനി കൂടിയെന്ന് പറയും. എന്ന് പറയുന്ന ആ പനി ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ, അതുകൊണ്ട് പനി അങ്ങ് താഴട്ടെ എന്ന് പറഞ്ഞ് പനീനെ താഴ്ത്താൻ കപ്പാസിറ്റി ഇല്ലാത്തവനാണ് നീ. ഒരു പനി പോലും കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത നിനക്ക് രക്ഷ, നിൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനം, ദൈവവുമായിട്ടുള്ള ഐക്യം ഇമ്പോസിബിളായിട്ടൊരു കാര്യമായതുകൊണ്ട് ദൈവം അത് നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയും. ഈ അവസ്ഥയിലായിരിക്കുന്ന നമ്മളിങ്ങനെ എന്തൊക്കെയോ നേടാൻ, എന്തൊക്കെയോ സ്വന്തമാക്കുന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കുകയാണ്. തലമുടി നാര്, കറുത്ത തലമുടി വെളുത്തു പോയാൽ തന്നെ തിരിച്ച് കറുപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ നിസ്സഹായനായ മനുഷ്യൻ, അവന് ദൈവം അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന അവനെ കണ്ടിട്ട് നിൻ്റെ ഗതി അങ്ങനെയാടാ എന്ന് പറഞ്ഞിട്ട് ദൈവം അവനെ നിഷേധിക്കുകയല്ല, അവന് ദൈവം രക്ഷ നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിൽ നിന്നും നിനക്ക് വിമോചനമുണ്ട്. അടിസ്ഥാനപരമായ 5 മേഖലകളാണ് നമ്മുടെയൊക്കെ ജീവിതം അടങ്ങിയിരിക്കുക. ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മീയ മേഖല, 2 നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിയുടെ തലം, 3 നമ്മുടെ ശരീരത്തിൻ്റെ തലം, 4 നമ്മുടെ കുടുംബം, ബന്ധങ്ങൾ, സാമൂഹിക തലം, 5 നമ്മുടെ സാമ്പത്തിക മേഖല. ഈ 5 മേഖലകളിലാണ് പൊതുവേ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഈ 5 മേഖലകളിൽ ഏത് പ്രശ്നത്തിൽ നിന്നെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും, അല്ലെങ്കിൽ അവൻ്റെ കുരിശിൻ്റെ ബലിക്ക് അതിനുള്ള ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ എല്ലാം രക്ഷ വേണം, ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ എടുക്കണം, പക്ഷേ അതിങ്ങനെ വെറുതെ കിട്ടണം. ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കും, വേണമെങ്കിൽ ഞാൻ കുറച്ച് ജപമാലയും നോയനയൊക്കെ ചെല്ലും, അതുവഴി എനിക്ക് തരണമെന്നുള്ള, അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. ഇവിടെ നമ്മളൊരു വില കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ആ വില? നമ്മുടെ ജീവിതമാണ്. ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കണം. നമ്മളെ ഈ 5 പ്രശ്നത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ അവനിങ്ങനെ സ്വർഗത്തിലിരുന്നിട്ട് നിൻ്റെ കടമെല്ലാം മാറട്ടെ, നിൻ്റെ രോഗമെല്ലാം പോട്ടെ, നിൻ്റെ ശാപവും കുടുംബത്തിലെ പ്രശ്നമൊക്കെ മാറട്ടെ, പിന്നെ നിൻ്റെ ആത്മീയമായിട്ടുള്ള കെട്ടുകളും പൈശാചിക പീഡകളൊക്കെ വിട്ടുപോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ മേളിയിരുന്നിങ്ങനെ ഒരു ദിവസം പറയല്ല ചെയ്തത്. ഹി ഗേവ് ഹിംസെൽഫ്, അവനെ തന്നെ പരിപൂർണമായിട്ട് നൽകി. എത്രത്തോളം നൽകി? അവസാനത്തെ തുള്ളി രക്തം പോലും ഊറ്റിയെടുത്തിട്ടാണ് പിശാച് നമ്മൾക്ക് ആ രക്ഷ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ പാപത്താൽ പിശാചിന് അടിമപ്പെട്ടവരാണ്.
തോന്നിവാസങ്ങളും സ്വാർത്ഥതയും താന്തോന്നിത്തരവും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സൗകര്യങ്ങളും നമ്മുടേതായ രീതിയിൽ നമ്മൾ പല സമ്പത്തുകൾ നേടിയിട്ടുണ്ട്. ഇതിനെല്ലാം പിശാചിന് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ആധിപത്യമുണ്ട്. 5 പൈസ നിങ്ങൾ അന്യായമായി നേടിയിട്ടുണ്ടോ, നിൻ്റെ കുടുംബത്തിൽ അവൻ ആധിപത്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ സഫീറ അനനിയാസ് എന്ന് പറയുന്ന ദമ്പതിമാർ ഒരു പറമ്പെല്ലാം വിറ്റു, ആരെയോ കാണിക്കാൻ വേണ്ടി 1% മാറ്റിവെച്ചവരെന്തിനോ വേണ്ടി. അങ്ങനെ എല്ലാവരും അന്നത്തെ സഭയിലെല്ലാവരും പൊതുവായിട്ടെല്ലാം കൊടുക്കുന്നവരാണ്. അങ്ങനെ അവരും പത്രോസിനെ കൊണ്ട് പത്രോസ് ഞങ്ങളുടെ പറമ്പ് വിറ്റത് കൊണ്ടുതരും, ഞങ്ങളെ സഭയിൽ അംഗമാക്കൂ എന്നൊക്കെ പറഞ്ഞ് വെച്ചപ്പോൾ പത്രോസ് മുഴുവനുണ്ടാ, പിന്നെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ദേ കിടക്കുന്ന താഴെ 1% മാറ്റി വെച്ചു. അപ്പം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാത്താൻ എന്തോരം സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വിടില്ല അവൻ. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടന്ന് ഹല്ലേലൂയ പറയുമ്പോൾ വിടുന്നൊരു സാധനമല്ല. അങ്ങനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാലി വരെ മുറിപ്പെടുത്തി അവൻ്റെ അവസാനത്തെ തുള്ളി രക്തം ഊറ്റിയെടുത്തിട്ടാണ് ഈ രക്ഷ അനുവദിക്കുന്നത്. ഹല്ലേലൂയ. പത്രമാത്രം അവൻ സഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രക്ഷ നമ്മൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്കാർക്കും അങ്ങനെ സമർപ്പിക്കാനും നമ്മൾ അന്യായമായി നേടിയതും നമുക്ക് സ്വന്തമല്ലാത്ത സ്വന്തമാക്കിയതും വിട്ടുകൊടുക്കാനൊന്നും നമ്മൾ തയ്യാറല്ല. നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല, പങ്കുവെക്കാൻ തയ്യാറല്ല, ക്ഷമിക്കാൻ തയ്യാറല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട് പറയാണ് എനിക്ക് രക്ഷ വേണം. അതുകൊണ്ട് ഇനിയും നമ്മൾ സമയം കളയരുത്. വളരെ ചുരുക്കിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കടന്നു വരണം. പത്രോസ്ലീഹയുടെ ലേഖനം, 1-ാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം ഇങ്ങനെയാ പറയുക. ഇതിനായിട്ട് 21-ാമത്തെ വചനം, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദർ ഈസ് ഹീലിംഗ്. നിൻ്റെ രോഗത്തിന് ഏത് രോഗമാണെങ്കിലും അതിന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. പക്ഷെ നിനക്ക് ഈ സൗഖ്യം കിട്ടാൻ വേണ്ടി അവൻ കൊടുത്ത വിലയെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടാകണം. 5421 ചാട്ടവാറടിയാണ് അവൻ്റെ ശരീരത്തിൽ വീണത്. തലമുടി മുതൽ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ തകർക്കപ്പെട്ടവനാണ്. എന്നിട്ട് അവൻ പറയാണ്, എൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? സൗഖ്യമുണ്ട്. ഈ സൗഖ്യം നേടാൻ നീ എന്തു ചെയ്യണം? നിൻ്റെ ജീവിതത്തെ അവന് ഭരമേൽപ്പിക്കണം. അതിനെനിക്ക് പറ്റില്ല. എനിക്കെൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമനുസരിച്ച്, എൻ്റെ ആഗ്രഹമനുസരിച്ച്, എൻ്റെ സ്വപ്നങ്ങളനുസരിച്ചൊക്കെ എനിക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കർത്താവെ നടുവേദനയാണ്, തലവേദനയാണ്, ആ പ്രോബ്ലമാണ്, ഈ പ്രോബ്ലമാണ്, ഞാനിങ്ങനെ എൻ്റെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് സുഖപ്പെടുത്തണം. വെരി സോറി മൈ ഡിയർ. നിൻ്റെ രോഗം ഇങ്ങനെ മേളിയിരുന്ന് എന്ന് പറഞ്ഞ് ഊതിക്കളഞ്ഞതല്ല. അതിനുള്ള പരിഹാരം ഞാൻ ചെയ്തിട്ടാണ് നിനക്ക് സൗഖ്യം കിട്ടുന്നത്. അതുകൊണ്ട് നീ നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് സമർപ്പിക്കണം. നമ്മുടെ സമർപ്പണത്തിൻ്റെ കുറവാണ്
ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം നമ്മൾക്ക് സമർപ്പണമില്ലാത്തതുകൊണ്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്? അല്ല, നമ്മളൊരു പരിധി വരെയൊക്കെ സമർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. പക്ഷേ അതിൽ നമ്മൾ നിൽക്കരുത്. ഇനിയും നമ്മളിൽ നിന്ന് ദൈവം കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും, അവൻ സഹിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതുപോലെ ഒരു മാതൃകയും നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കും. എന്താ മാതൃക? അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണം. അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ എന്തോരം വഞ്ചന കാട്ടിയിട്ടാണ് ജീവിതം പടുത്തുയർത്തുന്നത് തന്നെ, അല്ലേ? കുട്ടികളായിരിക്കുമ്പോൾ തൊട്ട് സ്കൂളിൽ പോകുന്ന കാലം തൊട്ട് നമ്മൾ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും വഞ്ചിച്ചിട്ടാണ് ജീവിതം തുടങ്ങണത് തന്നെ. പിന്നെ എത്ര പേര് കോപ്പി അടിച്ച് മറ്റു രീതിയിൽ മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നമ്മുടെ ലൈഫ് തന്നെ വഞ്ചനയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഭൂരിഭാഗം എല്ലാവരും പറ്റിച്ചതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വച്ചിട്ട് നമ്മൾ യേശുവേ എന്നെ സുഖപ്പെടുത്തണേന്ന് പറഞ്ഞാൽ സുഖം കിട്ടില്ല. അപ്പോൾ അവൻ വഞ്ചിച്ചൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം. എങ്ങനെ കൊടുക്കണം? വഞ്ചിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ സക്കേവൂസിനെ കർത്താവ് ഒരു മാതൃകയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ ഈശോയ്ക്ക് തമാശയ്ക്ക് പറഞ്ഞു പോയ കഥയല്ല. അല്ലെങ്കിൽ സക്കേവൂസിന് വീട്ടിൽ പോയത് വെറുതെ അല്ല. ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കണം. നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ഇന്നത്തെ ലോകത്തിന് ഇതൊക്കെ ഒരു ഹോബിയാണ്. ആരെ പറ്റിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്, അതൊരു ക്രെഡിറ്റാണെന്ന്. പക്ഷേ ക്രെഡിറ്റ് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രെഡിറ്റിലൊക്കെ നമ്മളിങ്ങനെ അഭിമാനിക്കുകയാണ്. പക്ഷേ നിൻ്റെ പാപം നിന്നെ കൊണ്ടേ പോവുള്ളൂ. വിടില്ല അവൻ, പിശാച് നമ്മളെ വിടില്ല. അതുകൊണ്ട് അവൻ്റെ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ 4 ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം വഞ്ചന എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മളൊരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ അനുദപിക്കേണ്ടത്. സക്കേവൂസ് ആർത്തി ഭണ്ഡാരമാണ്. നമ്മുടെ പ്രതിപുരുഷനാണ് ഈ സക്കേവൂസിനൊക്കെ. ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി, വേറെ ഒന്നിനല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? പണം ഉണ്ടാക്കുക. അതിൻ്റെ അർത്ഥം നമ്മുടെ പിള്ളേരെ നോക്കിയാൽ പോരെ. പഠിക്കടാ, മുട്ടൂത്തറ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, എന്തിനാടാ? അല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലടാ എന്നുള്ളതാണ്, അല്ലേ? അപ്പം നമ്മൾ എത്രമാത്രമാണ് ഈ പണത്തിൻ്റെ പുറകെ നടക്കുക. നമ്മുടെ പിള്ളേരിൽ പണമുണ്ടാക്കാനുള്ള ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എത്രമാത്രം ക്ഷോഭിക്കുന്നു, നമ്മൾ എത്രമാത്രം പൊട്ടിത്തെറിക്കുന്നു, അവരെത്രമാത്രം ശപിക്കുന്നു. എന്തിനാടാ ജീവിക്കുക, എന്തിനു കൊള്ളാടാ തിന്നത്, അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ, ഞാനൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണ്. കാരണം നമ്മുടെ മാനദണ്ഡം അതാണ്. യു ആർ ഗുഡ് ഫോർ നത്തിങ്. യു കനോട്ട് നോ ടു ലീവ് ദിസ് വേൾഡ്. എന്താ ലോകം എന്ന് പറയുന്നത്? നല്ല കാശുണ്ടാക്കുക, അതിന് നിനക്ക് കപ്പാസിറ്റി ഇല്ലെന്നാണ്. പഠിക്കണില്ല, ബുദ്ധിയില്ല, അതില്ല. അപ്പം നമ്മളിങ്ങനെ ആ ഫ്രസ്ട്രേഷൻ എല്ലാം നമ്മളിങ്ങനെ എല്ലാവരോടും കാണിക്കുകയാണ് ഈ പണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് സക്കേവൂസ്. സ്ട്രെയിറ്റ് അവേ ഒരു കാര്യം പറഞ്ഞു, പകുതി ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ പറയണം, ദശാംശം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലേ? ദശാംശം ഒന്നും കൊടുത്താലും സ്വർഗത്തിൽ പോവില്ല. ഞാൻ പകുതി, കാരണം ഞാനിതിന് അടിമയാണ്, ഞാൻ ആസക്തികളാൽ നിറഞ്ഞവനാണ്. അപ്പോൾ ഇത് എൻ്റെ ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, ഇനി എൻ്റെ മക്കൾ ഇതുപോലെ ഉണ്ടാക്കണം, എൻ്റെ കൊച്ചുമക്കൾ പോലും ഇതുപോലെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മളിപ്പോഴേ അവരെ ട്യൂഷൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ LKG തൊട്ട് ട്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കുന്നത് നമ്മൾ മിനിമം പകുതി കൊടുക്കണം. പിന്നെയാണ് പറയണത്, ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാനിതാ കൊടുക്കുകയാണ്. ഇന്ന് നിൻ്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ പേരാണ്
വില കൊടുക്കുക. ഈ വില കൊടുക്കുന്നതിലുള്ള പോരായ്മയാണ് നമ്മളെല്ലാം ഇങ്ങനെ കഷ്ടപ്പാടും പ്രയാസവും ദുരിതമനുഭവിച്ച് നടക്കുന്നത്. അപ്പോൾ 2024 ഒരു മാസം കഴിഞ്ഞു. 2ാമത്തെ മാസങ്ങൾ കടക്കുമ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് റെസ്റ്റോറേഷൻ എത്ര സ്പീഡിൽ നടക്കണം. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് അവൻ രക്ഷ നേടിക്കഴിഞ്ഞു. അത്രയും തുറന്ന സമർപ്പണമാണ്. അവൻ്റെ ജീവിതത്തിൽ ആ സ്നേഹം അനുഭവിക്കുകയാണ്. അവൻ രക്ഷ മേടിച്ചിട്ട് യേശുവിനെ പറഞ്ഞു വിട്ടത്. ഇതേപോലെ നമ്മൾ കാണുന്ന ശതാധിപൻ, ഇവരെല്ലാം അതേപോലെ സമർപ്പണമാണ്. ഈ സമർപ്പണത്തിൻ്റെ അളവനുസരിച്ചാണ് രക്ഷ കൈവരുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും പലതിലും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ രക്ഷ കിട്ടുവാൻ വേണ്ടി അവൻ സ്വർഗം വിട്ടിറങ്ങി വന്നെങ്കിൽ നമ്മൾ ഈ രക്ഷ സ്വന്തമാക്കാൻ ഈ ലോകത്തെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി മനുഷ്യനായി. എന്തിനാ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി. അങ്ങനെ ആയിരിക്കുന്ന നീ ആ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലോകത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ റെഡിയാകണം. ഹല്ലേലൂയ. അയ്യോ, അതിന് എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ കർത്താവേ, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റും. ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ലോകം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വിടുക എന്നുള്ളതല്ല. ലോകത്തെ മൂല്യങ്ങൾ, ലോകത്തെ സംവിധാനങ്ങൾ, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെക്കാളധികം പണത്തിനും സംവിധാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം. അപ്പം ആ ലോകത്തെ നമ്മൾ ഉപേക്ഷിക്കണം. 2, സ്വർഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും എല്ലാം കേന്ദ്രസ്ഥാനം. നമ്മുടെ മക്കൾ പൈസ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല, വലിയ ബുദ്ധിയില്ല, വലിയ പേഴ്സണാലിറ്റി ഇല്ല, വലിയ സ്മാർട്ടൊന്നും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതൊന്നും എൻ്റെ ഒരു വിഷയം, എൻ്റെ വിഷയമല്ല. പക്ഷേ ആർ ദേ ഫോക്കസ്ഡ് ഓൺ എറ്റേണൽ ലൈഫ്? ആർ ദേ കീൻ ഓൺ സ്റ്റഡിയിങ് ദ വേർഡ് ഓഫ് ഗോഡ്? ഡു ദേ ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്? അതില്ലെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡാണ്, അതിനെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. കാരണം വി ആർ മെയ്ഡ് ഫോർ അനദർ വേൾഡ്. ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല നമ്മൾ. അതുകൊണ്ട് ഈ ക്ലാരിറ്റി നമുക്കുണ്ടാവണം. വേറൊന്നിനെക്കുറിച്ചും ഐ ആം ലീസ്റ്റ് ബോധേഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് വെച്ച് പഠിക്കേണ്ട ഉഴപ്പുക എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ സെക്കൻഡറിയാണ്, നമ്മളെ സംബന്ധിച്ച് അതൊക്കെ സെക്കൻഡറിയാണ്. ഇത് ക്ലിയറായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളുന്ന തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. So I am worried about this part, kingdom of God and his righteousness. അവൻ്റെ നീതിയും അവൻ്റെ രാജ്യവും അന്വേഷിക്കും. എൻ്റെ മക്കൾ അവൻ്റെ രാജ്യം അന്വേഷിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ അവൻ്റെ നീതി അനുസരിച്ചാണ് ജീവിക്കുന്നത്? ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം. അതെൻ്റെ മക്കൾ മാത്രമല്ല, എൻ്റെ തൊഴിലാളികൾ, എൻ്റെ വീട്ടിലെ വേലക്കാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഇവരെല്ലാം ഇങ്ങനെ ആകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരാൻ നമ്മൾ തയ്യാർ. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹ വിഷയം എന്തായി മാറണം? സ്വർഗമാകണം. ഇതിൻ്റെ പേരാണ് അനുദപിക്കുന്നത്. ഇതൊന്നും തയ്യാറല്ലാതെ വെറുതെ യേശുവേ 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 എന്ന് ഉച്ചുണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടില്ല. അത്ര ഒച്ചയിടേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ വിളിച്ചാൽ മതി. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ഒറ്റ വിളി മതി. എൻ്റെ മേൽ കരുണയുണ്ടാകും. ആൻഡ് ഹി വാസ് റെഡി ടു ലീവ് ദ വേൾഡ്. ജെറിക്കോ ഈ ലോകത്തിൻ്റെ പ്രതിസ്ഥാനമാണ്. അവൻ ലോകസുഖങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. ജെറിക്കോ എന്നിട്ട് പിച്ചപ്പാത്രം ഉപേക്ഷിക്കാൻ തയ്യാറായി. അവൻ യേശുവിലേക്ക് വരാൻ തയ്യാറായി. അവൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയാണ് അവൻ. നീ പൊയ്ക്കോ, നിൻ്റെ കാര്യം നടന്നിരിക്കും. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏത് വലിയ ഭൂഗോളാന്തര പ്രശ്നത്തിൽ വന്നിരിക്കുകയാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ മാറ്റത്തിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ യേശു പറയും, ഇറ്റ് വിൽ ബി ഡൺ. നീ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗം തയ്യാറാണ്, നമ്മൾ നേടുക എന്നുള്ളതാണ് നമ്മുടെ വിളി. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിനും മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോരായിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഓരോ വെള്ളിയാഴ്ച നമ്മളിവിടെ വരുമ്പോഴും we have to make sure that I progress 1 centimeter
1 സെൻറ്റിമീറ്റർ മതി എൻ്റെ ക്രിസ്തുവിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ബോധവും. അല്ലാതെ 2024 എൻ്റെ ബിസിനസ് 1 കോടി കൂടി, എൻ്റെ സ്വർണത്തിൻ്റെ ശേഖരം 10 പവനും കൂടി കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ പുറകെ നിങ്ങൾ നടക്കണ്ട. അത് നീ കൂട്ടുന്നതിനേക്കാളും നീ പണിതുണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് ദൈവം നിനക്ക് നൽകും. പക്ഷേ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഡിവിനിറ്റി. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കും. ആ മരിക്കുന്ന ദിവസം നിൻ്റെ വിധിയാണ്. You will be judged the very moment. The moment you will be judged. നാളെ നമ്മളാണ്. അന്ന് നമ്മളൊക്കെ വിധിക്കപ്പെടുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെയും നിങ്ങളുടെ ഷെയറിൻ്റെ മൂല്യമോ നിങ്ങളുടെ ഏക്കർ കണക്ക് പറമ്പിൻ്റെ ഏക്കറിൻ്റെ അളവോ അനുസരിച്ചോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അളവനുസരിച്ചോ നിങ്ങളുടെ വീട്ടിൽ അലമാലയിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവനുസരിച്ചോ അല്ല. You will be judged according to divinity. How far you are grown in Christ. നീ ക്രിസ്തുവിൽ എത്രത്തോളം വളർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വെള്ളിയാഴ്ച ഇവിടെ എത്തുമ്പോഴും ലക്ഷ്യമുണ്ടാകും, കർത്താവേ 1 സ്റ്റെപ്പ് 1% 1% എങ്കിലും നിന്നിലേക്ക് ആയിത്തീരാൻ എന്നെ സഹായിക്കുക. എൻ്റെ ആഗ്രഹം അതാണ്. ആ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല സ്വന്തമായിട്ട്, പക്ഷേ ആഗ്രഹത്തിൻ്റെ തീവ്രത അനുസരിച്ച് കർത്താവ് അതിനുള്ള ഗ്രേസ് നമുക്ക് തരും. യേശുവിലേക്ക് എത്തണം, യേശുവിനെ സ്വന്തമാക്കണം. അതിനെന്ത് ത്യജിക്കണമെങ്കിലും ത്യജിക്കാൻ തയ്യാറാവണം. എന്തും എന്നിൽ നിന്ന് ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപേക്ഷിക്കണം. അത്രയും അടുത്ത് നിങ്ങളുടെ രക്ഷയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇട്ട് വലിച്ചു നീട്ടി അടുത്ത വർഷം ആകട്ടെ, 2024 ആകട്ടെ, 25 ആകട്ടെ, എന്നിട്ട് വേണമെന്നില്ല അന്ന് ശരിയാക്കിയിട്ട് ഞാൻ വരാൻ കർത്താവ് പറയുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മളെ കുടുംബത്തിലും ജീവിതത്തിലും ഈ രക്ഷയുടെ അനുഭവം ഡിലേഡ് ആകുന്നത്. എങ്കിലും കർത്താവ് കരുണാപൂർവ്വം നമ്മളെ കടാക്ഷിക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഈ മരവിപ്പും ഞെരുക്കമൊക്കെ ഉണ്ട്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം. അവിടുന്ന് പറയുന്നുണ്ട്, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കുള്ള വചനമാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഈ തളർച്ചയാണ്. ഈ ലോകത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് തളർച്ചയും ഒക്കെ വരുന്ന ആത്മീയ ജീവിതത്തിലാണ്. നമ്മൾ വിചാരിക്കുക നമ്മുടെ ബിസിനസ്സിലാണ് തളർച്ച, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലാണ് പ്രോഗ്രസ്, പഠന കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കിടക്കുന്നതിൻ്റെ ആത്മീയ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് അതിൻ്റെ ബേസ് കിടക്കുന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് അവിടെ ഉണർത്തണം. അവിടെ പറയാം, നമുക്ക് നേറ്റ് പറയാം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആമേൻ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിന്റെ ഒരു അഭിഷേകം ഇപ്പോൾ തന്നെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനം ജീവനുള്ള വചനമാണ്. അതിനൊക്കെ വേണ്ടി നിന്റെ അപ്പൻ പറയുന്ന വാക്കുകളാണ്. നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന നിന്റെ സ്നേഹപിതാവിൻ്റെ വാക്കുകളും ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. He wants you to fly. He wants everybody to fly like an eagle. നിങ്ങളെ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളിലോ ഇടറി വീണ് ഇഴഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുന്നവർ, തൻ്റെ മക്കളൊക്കെ എല്ലാ തലത്തിലും ഉയരങ്ങളിൽ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൻ്റെ ആഗ്രഹമാണ്. നിന്റെ അവസ്ഥ തിരിച്ചറിയുന്നവൻ നിന്നോട് പറയുകയാണ്, I will bless you my child. ദൈവത്തിൽ ആശ്രയിക്കണം. വീണ്ടും ജെറമിയയുടെ പുസ്തകത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ആറ്റുതീരത്തൊട്ട വൃക്ഷം പോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടിരുന്നു.
ദൈവത്തിലേക്ക് വരണം. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ മഹത്തായ വചനത്തെ ഓർത്ത്, ഞങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞ വാക്കുകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ രക്ഷിക്കുന്നവനാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അല്പനേരം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയം, ദാറ്റ് ഈസ് ഹൗ വി എൻ്റർ ഇൻ ടു ഹിസ് പ്രസൻസ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഏക പ്രശ്നം ദൈവ സാന്നിധ്യത്തിൻ്റെ അഭാവമാണ്. ഈ സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സ്തുതി ആരാധന. അപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വായ പൂട്ടിയിരിക്കരുത്. നമ്മളിവിടുന്ന് പാട്ടുകളൊക്കെ, എല്ലാ പാട്ടുകളും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പാട്ടുകളാണ്. അതായത് ഏതെങ്കിലും ഈ ലോകത്തിലെ ഏതെങ്കിലും ചേട്ടന്മാർ, ചേച്ചിമാർ അല്ലെങ്കിൽ സംഗീതജ്ഞന്മാർ എഴുതിയ പാട്ടല്ല, വരികളല്ല. അത് എല്ലാ നമ്മൾ പാടുന്ന പാട്ടുകളും ദൈവവചനമാണ്. ആ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. നമ്മളിവിടെ വന്നിട്ട് കാഴ്ചക്കാരായി നിൽക്കരുത്. എൻ്റെ ഓരോ സെല്ലുകളും ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ ചുറ്റുപാടിരിക്കുന്ന ആൾക്കാരെ തന്നെ കണ്ട് വിചാരിക്കും ആൾക്കാർ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ആലയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ദൈവം, എൻ്റെ അപ്പുറത്തുള്ള ആരാന്ന് പോലും ഞാൻ നോക്കുന്നില്ല. മീ ആൻഡ് മൈ ഗാഡ്. ആൻഡ് യു മസ്റ്റ് ഗീവ് ദ ബെസ്റ്റ് ഓഫറിങ് ടു ഹിം. ഏറ്റവും നല്ല ഒരു ബലി, എന്താണ് സ്തുതിയുടെ ബലി നമ്മൾ ദൈവത്തിന് അർപ്പിക്കണം. അത് ദൈവത്തിന് ഒത്തിരി പ്രീതികരമാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുക, എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, അവനിലൂടെ, ആരാണവൻ? എൻ്റെ എല്ലാ തകർച്ചകളും പരാജയങ്ങളും അപമാനങ്ങളും നിന്ദനങ്ങളും പാപങ്ങളും ശാപങ്ങളും ഞാനും എൻ്റെ കുടുംബം തലമുറ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഏറ്റെടുത്തവനാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അവനെന്ന് പറയുന്നത്. അവനിലൂടെ നമുക്കെപ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ മുമ്പിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ട് ഫാൻ എങ്ങോട്ടാണ് കറങ്ങണത്, ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഇതിൽ ഓട്ടയുണ്ടോ, ഈ ലൈറ്റ് നല്ലതാണോ, ഇങ്ങനെ നോക്കിയിരിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു മസ്റ്റ് ഫോക്കസ് ഓൺ ഹിം. സ്വന്തമാക്കണം. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഇനി സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നാളെയാകട്ടെ വെച്ചുകൊണ്ടിരിക്കരുത്. സ്വർഗം നമ്മളെ വിളിക്കുമ്പം നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ദൈവം തരുന്ന കൃപയോട് റെസ്പോണ്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന ബലി, സ്തുതിയുടെ ബലി. അത് ദൈവത്തിന് ഒത്തിരി പ്രീതികരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ വെറുതെ അവിടെ നോക്കിയിരിക്കരുത്. നമ്മൾ തമ്പുരാനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തും. അവനായിട്ട് ഒന്ന് ചേരണം. കാരണം എന്താ? 22-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം പറയണം, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ നീ പരിശുദ്ധനാണ്. ഹി ലിവ്സ് ഇൻ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. അവനിവിടെ ഉണ്ട്. അവൻ സ്തുതികളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ അവൻ ആ സ്തുതിയിൽ വരും. നീയും അവനുമായിട്ട് ഒന്ന് ചേരാനുള്ള അത്ഭുതകരമായ നിമിഷങ്ങളാണ്. അതുകൊണ്ട് വായ ആരും പൂട്ടി വെക്കരുത്. എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിക്കണം. എന്നിട്ട് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു, അവർ അങ്ങയിൽ ശരണം വച്ചു, അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയുടെ അവർ നിലവിളിച്ചപേക്ഷിച്ചു, അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു, അവർ ഭഗ്നാശരായില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനെയും ദൈവം കൈവിടില്ല. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്
ഒരിക്കൽ കൂടി ആ പരിശുദ്ധ നാമത്തെ, അവൻ്റെ നാമം ഏറ്റുപറയുന്ന ബലി നമ്മൾ അർപ്പിക്കണം. ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ യേശു നാമത്തെ നമ്മളൊന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഓ ശനലഭരഭരിഹി, ഓ ഹല്ലേലൂയ, യേശുവേ. സ്നേഹത്തിന് നന്ദി പറയുന്നു. ഓ യേശുവേ, നമ്മുടെ പിതാക്കന്മാർ അവരെ വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ദൈവം, നീ വിളിച്ചാലും ഇറങ്ങി വരും. നിന്റെ വേദനയും ദുഃഖങ്ങളും കണ്ട് സന്തോഷിച്ച് നിന്നെ കുറ്റപ്പെടുത്തുന്നവരല്ലവൻ, നിന്നോട് അളവറ്റ കരുണ കാണിക്കുന്നവരാണ്. ആ നാമത്തെ ഏറ്റു പറയണം. കൈകളടിച്ച് let us come into his presence. The സന്നിധിയിലേക്ക് കടന്നു വരണം. ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന്. ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കായി വിടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന്. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിടുവിൻ, അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിടുവിൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവൻ, അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവന്. ഹല്ലേലൂയ. ഓ നല്ല കരുണയുള്ള തമ്പുരാനേ, നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്ന നിന്റെ മക്കളോട് അവളൊറ്റ വാത്സല്യമുള്ള പിതാവേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ. നിന്റെ വലത് ഭുജം ശക്തി പ്രകടിപ്പിക്കട്ടെ. നിന്റെ മക്കളെ അടിമപ്പെടുത്തിയിരിക്കുന്ന അടിമച്ചങ്ങലകൾ തകർക്കപ്പെടട്ടെ. നിന്റെ മക്കള് സ്വതന്ത്രരാക്കപ്പെടട്ടെ. എല്ലാ പാപശാപ പീഡബന്ധന
പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരട്ടെ. ഹാലെ 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 ഹല്ലേലൂയ റാബാരി ആരി 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 ഓ ശമല ബല 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 ഹല്ലേലൂയ. ഓ യേശുവേ എൻ്റെ നാഥനേ, എനിക്കായി മരിച്ചവനേ നന്ദി. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ, എന്ന് പറഞ്ഞേ അവൻ നല്ലവനല്ലോ, എല്ലാത്തിന്മേൽ നന്മയാക്കാൻ അവൻ കഴിവുള്ളവനാണ്. ഒരിക്കൽ കൂടെ അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അടിപ്പിണറാൽ ഞങ്ങളുടെ പാപങ്ങള് രോഗങ്ങള് സ്വന്തം ശരീരത്തിൽ വഹിച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയവനെ, ആ സൗഖ്യം ഇപ്പോൾ നടന്നു വരട്ടെ നിന്റെ മക്കളിലേക്ക്. ഹാലെ 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 ഓരിയറ ബല ബല ശുദ്ധല ബല 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 ഹല്ലേലൂയ. ഓ ഹേ ഹേ യാറ ബല ശുദ്ധല ബല 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 ഹല്ലേലൂയ. അവൻ നല്ലവനാണ്, അവൻ വല്ലഭനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നീ അത് ഏറ്റു പറയണം. എന്റെ ഈശോയ്ക്ക് എന്റെ ജീവിതത്തിലെ ഏത് ദുരിതത്തിൽ നിന്നും ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ സാധിക്കും. I believe in you, I trust in you, Lord. Hallelujah. 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 യേശുവേ നാഥനേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. നമുക്ക് രക്ഷ നേടിത്തന്നവൻ നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളും അവനെ അനുകരിക്കണം. എങ്ങനെയാണ്? ഒന്നവൻ പാപം ചെയ്തില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചനയില്ല, അവൻ്റെ ജീവിതത്തിൽ വഞ്ചനയില്ലായിരുന്നു. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളോടും കർത്താവിൻ്റെ വചനം പറയുകയാണ്. പാപകരമായ ജീവിത രീതികൾ ഉപേക്ഷിക്കണം.
പലരെയും പറ്റിച്ചും വഞ്ചിച്ചൊക്കെയാണ് നമ്മളിപ്പോഴും കാര്യങ്ങൾ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ യഥാർത്ഥ അവസ്ഥകളും പ്രവർത്തികളൊന്നും നമ്മൾ പലരും മറച്ചു വച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നിങ്ങൾ മറച്ചു വച്ചിട്ടുണ്ടായിരിക്കും, അതിന് കുഴപ്പമില്ല. പക്ഷെ നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ, ഇവർക്കൊക്കെ അറിയാൻ പാടില്ലാത്ത എൻ്റെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോഴും ഞാൻ അവർക്കാർക്കത് അറിയുന്നത് അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഞാനിങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ്. അത് ഉപേക്ഷിക്കണം. മൂന്നാമത്, നമ്മളെയും പലരും നിന്ദിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പകരം നിന്ദിക്കരുത്. നമ്മൾ നേരത്തെ വായിച്ചു, ചെറുപ്പക്കാർ തളർന്നു പോയേക്കാം, യുവാക്കന്മാർ തളർന്നു പോയേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നവർ. എങ്ങനെയാണ് ഈ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന അർത്ഥം യേശു നമുക്ക് കാണിച്ചു തരികയാണ്. അവനെതിരായി വലിയ അന്യായവും അനീതിയും അക്രമം നടന്നപ്പോഴും അവരോടാരോടും ചോദ്യം ചെയ്യാൻ പോയില്ല, അവരാരെയും കുറ്റപ്പെടുത്താൻ പോയില്ല. പീലാത്തോസേ, ഞാനാണ് നിനക്ക് ഈ അധികാരം തന്നത്, എന്നിട്ട് നീ എന്താണ് അന്യായമായി എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുന്നില്ല. ദാറ്റ് ഹി ഗേവ് ഇറ്റ് ടു ഹിസ് ഫാദർ. ദൈവം നോക്കിക്കോളും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പം തന്നെ എല്ലാ തെറ്റുകളും അന്യായങ്ങളും ഇപ്പം തന്നെ നടക്കണം. അതിൻ്റേതായ ദേഷ്യവും അതിൻ്റേതായ അസ്വസ്ഥതയും നമ്മളിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പുറത്ത് യേശുവേ, നീ യേശുവിനെ നോക്ക്. അന്യായത്തിൻ്റെ പൂർണ്ണതയാണ്. എല്ലാ തോന്നിവാസവും യേശുവിൻ്റെ അടുത്ത് കാണിച്ചു. അതെല്ലാം ദൈവം നോക്കിക്കോളും. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ആരോടും ചോദിക്കാൻ പോയില്ല, അവനാരെയും കൊങ്ങയ്ക്ക് പിടിക്കാൻ പോയില്ല, അവരാരോടും നിൻ്റെ വിധിവ്യായം തെറ്റാന്ന് പറയാൻ പോയില്ല. ഇതിൻ്റെ പേരാണ് ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും കൊങ്ങയ്ക്കും പിടിച്ച്, എല്ലാവരുമായിട്ട് വഴക്കും പിടിച്ച്, അവരെ തിരുത്തി, അവർ ചെയ്തത് ശരിയല്ലെന്ന് പ്രൂവ് ചെയ്ത് അവരെ മേൽ ആധിപത്യം നേടി, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ യാതൊരു ഗതിയില്ലാതെ പതകേണ്ടി വരുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരയരുത്. അവനൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അവനൊന്ന് ഞൊടിച്ചാൽ പീലാത്തോസല്ല, സീസറടക്കം എല്ലാം തറന്ന് താഴെ വീഴും. പക്ഷേ അതൊക്കെ ദൈവം നോക്കിക്കോളും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കണം. നമുക്ക് നിന്ദനങ്ങളും പലവിധ പീഡനങ്ങളുണ്ട്, പലരിൽ നിന്നുണ്ട്. ചിലരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിലരോടൊക്കെ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിലരൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചിലരെയൊക്കെ അവർ ചെയ്ത തെറ്റാന്ന് ഇപ്പം തന്നെ തെളിയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളെയൊക്കെ വഞ്ചിച്ചവരെ പിടിച്ച് കയ്യോടെ പിടിച്ച് അവർ ശരി തെറ്റാന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ഒരു വ്യഗ്രത നമ്മളിലുണ്ട്. അത് യേശുവിൻ്റെ സ്വഭാവമല്ല. ദൈവം നോക്കിക്കോളും. എനിക്കറിയാം, ഞാനുമായിട്ട് ബന്ധപ്പെട്ട പലരും പല തെറ്റുകളും തോന്നിയാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഗാഡ്, യു നോ ഇറ്റ്. ഐ സബ്മിറ്റ് ടു യു. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. യേശുവേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊക്കെ നല്ല അഹങ്കാരമുള്ളവരാണ്. നമുക്കൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, നിന്ദനങ്ങൾ ഏറ്റുകഴിഞ്ഞാൽ, അകാരണമായി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മൾ ഉടനെ പ്രതികരിച്ച് നമ്മളൊക്കെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മളൊക്കെ ഒത്തിരി പരിശ്രമിക്കുന്നവരാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തമ്പുരാൻ നോക്കിക്കോളും. My father will take care of it. You leave it to him. ഏൽപ്പിച്ചു കൊടുക്കണം. ഹാലബാറിയ ഓ ശദല ഹല്ലേലൂയ റാറിയ ഹല്ലേലൂയ റഹല ഹല 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 ഹരിരിരിരിരിരിരി ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ കുരിശിനോടൊന്ന് ചേർത്ത് വെച്ച് കൊടുത്തേ. നമ്മളെ നിന്ദിച്ചവർ, പരിഹസിച്ചവർ, കളിയാക്കിയവർ, അകാരണമായി നമ്മളെ ശിക്ഷിച്ചവർ, നമ്മളെ പീഡിപ്പിച്ചവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. സങ്കടം വേണ്ട, പരിഭവം വേണ്ട.
നമ്മളൊന്നും കണക്ക് ചോദിക്കേണ്ട കാര്യമില്ല. അതെല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. അവരോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. അവരോട് കരുണയുണ്ടാകണം. നിന്റെ യേശു ഒരു മാതൃക കാണിച്ചു തരിക. അവരോട് കരുണയുണ്ടാകണം. ഓ ജീസസ്. അവര് ചെയ്ത ദ്രോഹത്തിന്, അനീതിക്ക് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കണം. അതാണ് വിശുദ്ധ ഗ്രന്ഥം. ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. പൂർവ്വ ജോസഫിനെ സഹോദരന്മാര് ചതിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവൻ പറയാം, നിങ്ങൾ എനിക്ക് ദ്രോഹം ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. ദാവീദിനെ കൊല്ലാൻ വരുന്ന സാവൂള്, ദാവീദിനെ ശപിക്കുന്ന ശമേൽ, ഇവരോടൊന്നും ഇവരാരും പ്രതികരിക്കുന്നില്ല. God will take care of them. ഇതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനെ കുരിശിൽ ഈശോയെ കാണിച്ചത്. നമ്മളതൊക്കെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം എല്ലാം നന്മയാക്കി മാറ്റും എന്ന് വിശ്വസിക്കുന്ന മക്കള് ഈ എല്ലാ അവസ്ഥയോർത്തും നന്ദി പറയട്ടെ. നന്ദി പറഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ് നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിലും. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിലും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കരമൊന്നുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. നമ്മുടെ നിരവധിയായ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിച്ച് തന്റെ മാറോട് ചേർത്ത് പിടിച്ചവൻ നിന്നോട് പറയാ, മക്കളെ നീയും ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം, പകരം ചോദിക്കാൻ പോകണ്ട. അത് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്ക. ഓ ഹല്ലേലൂയ. ഇനി മനുഷ്യർ നിന്നോട് ചെയ്യുന്ന അകൃത്യങ്ങൾക്ക്, നിന്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക് ദൈവം പകരം അനുഗ്രഹങ്ങൾ തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ക്ഷമിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓറി പറ്റുന്നില്ല കർത്താവേ, പലപ്പോഴും പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി വേദനയുണ്ട്, സങ്കടമുണ്ട്. പലതും എന്നോട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് എന്നെ വഞ്ചിക്കുന്നു, അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കുന്നു. യേശുവേ, പകരം ചോദിക്കണമെന്നുള്ള വ്യഗ്രതയുണ്ട്. സാരമില്ല, ഇതാ ഞാൻ സമർപ്പിക്കുന്നു, നിനക്ക് സമർപ്പിക്കുന്നു. നീ എല്ലാം ഏറ്റെടുത്തുകൊള്ളുക. ഞാൻ ക്ഷമിച്ചു. എന്റെ നിരവധിയായ പാപങ്ങൾ നീ ക്ഷമിച്ച് നിന്റെ മാറോട് എന്നെ ചേർത്ത് പിടിച്ചവനെ
എന്റെ പാപങ്ങൾക്ക് കണക്ക് ചോദിക്കാതെ, നിരവധിയായ തെറ്റുകൾക്ക് കണക്ക് ചോദിക്കാതെ, എന്നെ പരിഹസിക്കാതെ, കുറ്റപ്പെടുത്താതെ, എല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തവനെ നന്ദി പറയുന്നതിനൊപ്പം ഞാനും ക്ഷമിക്കുന്നു. എല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന് എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. നമ്മുടെയൊക്കെ ജീവിതത്തില് എത്രയോ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നമ്മൾ നടന്നു പോയപ്പോഴും അവൻ അവിടെ ഒന്നും ഉപേക്ഷിച്ചില്ല നമ്മളെ. അന്ന് നമ്മൾ വലിയ വിശുദ്ധരൊന്നും ആയിരുന്നില്ല, നമ്മൾ വലിയ മാന്യന്മാരൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ആ കരം നിന്നെ താങ്ങിയിരുന്നു. നന്ദി പറയണം. വലിയ ഇരുളിന്റെ താഴ്വരയിലൂടെയൊക്കെ കടന്നുപോയി, എല്ലാം തീർന്നു, അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ചപ്പോഴും ആ കരം എന്നെ താങ്ങിയിരുന്നു. കർത്താവേ, ഒന്ന് നന്ദിയോടെ ഒന്ന് നന്ദി പറഞ്ഞു ഓർത്തിട്ട് ഹല്ലേലൂയ. മരണത്തിന്റെ നിഴൽ വീണ കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നപ്പോഴും എന്നെ കൈവിട്ടില്ലല്ലോ. ഓ സ്നേഹമേ, നന്ദി നന്ദി. എന്നോടുള്ളതിന്റെ അളവറ്റ സ്നേഹം എത്രയോ തവണ നീ എനിക്ക് പ്രകടിപ്പിച്ചു. നന്ദി പറയുന്ന യേശുവേ. പറയാം, ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹൃദയം കൊണ്ടൊന്ന് പാടിക്കേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എല്ലാം നന്മയാക്കുന്നതിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവര്, നമ്മളെ പീഡിപ്പിക്കുന്നവര്, നമ്മളെ നിന്ദിക്കുന്നവര്, പരിഹസിക്കുന്നവര് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവരെ ഈശോ കൈകാര്യം ചെയ്യട്ടെ. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. Lord, bless them, Lord. I know what they're doing, but I forgive them. I bless them, Lord. അനുഗ്രഹിക്കണം കർത്താവേ. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അവരുടെ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. അവൻ എനിക്കെതിരായി ചെയ്തതെല്ലാം നന്മയാക്കി മാറ്റാൻ നിനക്ക് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടി നന്ദി പറയട്ടെ. ആ വിശ്വാസത്തിന്റെ പ്രകടനമാണ് നന്ദി. ദൈവം എല്ലാം നന്മയാക്കി മാറ്റും. അത് നമ്മളെ നന്മയാക്കണ്ട, നമ്മൾ ഇടപെടണ്ട, അത് ദൈവം ചെയ്തോളുമെന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ.
വലിയ വിശ്വാസം വേണം, വലിയ വിശ്വാസം വേണം. ദൈവം നന്മയാക്കും, എല്ലാം നന്മയാക്കും എന്നുള്ള വലിയ വിശ്വാസത്തിൽ സ്തുതിക്കട്ടെ. അവന്റെ പരിശുദ്ധിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കണം. ദൈവത്തിൽ ശരണപ്പെടുന്നവൻ കഴുകനെ പോലെ അവൻ ഉയർത്തപ്പെടും. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ദൈവം ഉയർത്താൻ തയ്യാറാണ്. യേശുവിനെ പോലെ നമ്മളെ ദ്രോഹിച്ചവരെയും പീഡിപ്പിച്ചവരെയും വഞ്ചിച്ചവരെയും ചതിച്ചവരെയൊക്കെ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളത് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ദൈവത്തിൽ ശരണപ്പെടുക എന്ന് പറയുന്ന അർത്ഥം. അങ്ങനെ അവൻ്റെ പരിശുദ്ധിയിൽ, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ പങ്കുകാരാകണം. അപ്പോഴേ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ സ്വർഗീയ സൈന്യങ്ങളോട് ചേർത്ത് നമ്മളും പറയണം, എൻ്റെ ദൈവത്തിനെല്ലാം നന്മയാക്കാൻ പറ്റും, എല്ലാം നന്മയാക്കാൻ സാധിക്കും. ഐ ബിലീവ് ഇൻ യു, യു ആർ ഓൾമൈറ്റി. ലോർഡ്, ഐ താങ്ക് യു, ഐ വർഷിപ്പ് യു ലോർഡ്, ഐ ബിലീവ് ഇൻ യു. ലെറ്റ് us worship him. ചേർന്ന് പാടാം എല്ലാവരും. He reigns, he is with you. അവനെ ആരാധിക്കണം. Worthy.
കഴിവുള്ളവരെ, സർവാധിപരെ, സർവശക്തനെ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്വർഗമിറങ്ങി വരുന്നു. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവ സാന്നിധ്യത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. ദാമ്പത്യ ബന്ധങ്ങൾ, ഉലഞ്ഞുപോയ ബന്ധങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യ മേഖല രോഗപീഠകൾ വിട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. റിഡംഷൻ, restoration in Jesus' name. Oh Lord, let your mighty hand, let it show its power, Lord. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടട്ടെ, വീണ്ടെടുപ്പ് നടക്കട്ടെ. ഹാലെ 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 ഹാലെ. തിന്മയുടെ സ്വാധീനങ്ങൾ, അടിമച്ചങ്ങലകൾ തകർക്കപ്പെടട്ടെ, വിട്ടുപോട്ടെ. കെട്ടുകൾ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ, ബന്ധനങ്ങൾ അഴിയട്ടെ. അവരിൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളും അവരെ ആരാധിക്കണം, 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 ആരാധിക്കണം. കർത്താവിന്റെ അനുഗ്രഹം കടന്നു വരട്ടെ. ദൈവമക്കളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷം വീണ്ടെടുപ്പിന്റെ വർഷമാണ്, റിസ്റ്റോറേഷന്റെ വർഷമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശുനാമത്തിൽ സംഭവിക്കട്ടെ. അടഞ്ഞ വാതിൽ തുറക്കട്ടെ. ഓ, നിനക്ക് മുൻപേ യാത്ര കുന്നുകൾ നിരപ്പാക്കപ്പെടട്ടെ, പിച്ചള വാതിൽ തകർക്കപ്പെടട്ടെ, ഇരുമോണാവർ ഒടിക്കപ്പെടട്ടെ. ഓ അറിയ യേശുനാമത്തിൽ നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ ആയുധങ്ങളും നിഷ്ഫലമായി തീരട്ടെ. നിന്നെതിരായിട്ടുള്ള വിധി പ്രസ്താവിക്കുന്ന നാവുകൾ ഖണ്ഡിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ അവന്റെ പീഡകളുടെ യോഗ്യതയാൽ, അവന്റെ ബലിയുടെ യോഗ്യതയാൽ, അവൻ സഹിച്ച പീഡകളുടെ പാടുപീഡകളുടെ യോഗ്യതയാൽ നിനക്കെതിരായിട്ടുള്ളതെല്ലാം വിച്ഛേദിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ നിനക്കെതിരായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെടട്ടെ. വഴി തുറക്കട്ടെ. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബം, ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖല വളർച്ചകളായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ മേഖല കെട്ടുകൾ കഴിയട്ടെ. മുരൾച്ചകൾ വിട്ടുപോട്ടെ, ഇടർച്ചകൾ വിട്ടുപോട്ടെ. അലസത വിരസതയൊക്കെ വിട്ടുപോട്ടെ. ആത്മാവ് ഉണരട്ടെ, ആത്മാവിൽ ഉണർച്ചയുണ്ടാവട്ടെ. കഴുകനെ പോലെ പറന്നു ഉയരട്ടെ. ദൈവത്തിലേക്ക് നിരാശ, ദുഃഖം, ഭയങ്ങൾ ആകുക വിട്ടുപോട്ടെ. യേശുനാമം അവന്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്ന സമയം അത്ഭുതങ്ങൾ നടക്കും. ദൈവമായിട്ട് ഒന്നു ചേർന്ന് അത്ഭുത മണിക്കൂറാണ്. ആരാധിക്കട്ടെ. കാരാഗ്രഹത്തിൽ വന്ന ദൈവ സാന്നിധ്യം, ചെങ്ങളുടെ മധ്യ വന്ന ദൈവ സാന്നിധ്യം ഇതാ നിങ്ങളുടെ മധ്യ വരുന്ന സമയമാണത്. സിംഹക്കുഴിയിൽ വന്ന ദൈവ സാന്നിധ്യം, പൊട്ടക്കെട്ടിൽ വീണ ദൈവ സാന്നിധ്യം നിന്നെ സ്വീകരിക്കാൻ സ്വന്തമാക്കുന്ന നിമിഷങ്ങളാണ്. സറണ്ടർ യോർസെൽഫ്, വിട്ടുകൊടുക്കുക. യേശുവിനായി മാറുക, യേശുവിനായി സമർപ്പിക്കുക. വലിയ വിശ്വാസത്തോടെ അവൻ നിന്നെ കൈവിടില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കില്ല. അവനെ ആരാധിക്കണം. Oh Jesus, my Lord, my God. For the Lord
ശക്തിയോടെ വാഴുന്നു. നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. Glory. You are holy, Almighty. Worthy is the Lamb. Worthy is the Lamb. You are holy. Holy. Are you Lord God Almighty? Worthy is the Lamb. എന്റെ കരുണ ചൊരിയപ്പെടട്ടെ എന്റെ മക്കളുടെ മേൽ. ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് ആരാധിച്ച് മറയിൽ ഞങ്ങൾക്ക് നൽകിയ വിടുതൽ ദൈവമക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനെ ആരാധിക്കപ്പെടുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണുനീരുകൾ നീ തുടയ്ക്കുന്നതിനോട് നന്ദി പറയും. ദുഃഖങ്ങളെടുത്ത് മാറ്റുന്നതിനോട് നന്ദി പറയും. നിരാശകളെടുത്ത് മാറ്റുന്നത് വലിയ പ്രത്യാശയോട് നിറയ്ക്കുന്നതിനോട് നന്ദി പറയും. ജീവിതത്തിലെ തകർച്ചകൾ ഉയർത്തുന്നതിനോട് നന്ദി പറയുന്നത് യേശു. രോഗികളെ സുഖപ്പെടുന്നതിന് നന്ദി പറയുന്നത്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹീൽ എവരിബഡി. ഹീൽ ദം ലോർഡ്. ടച്ച് ദം ലോർഡ്. കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെട്ട്, തകർന്ന കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെട്ട്, ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെട്ട്, മക്കളെ അനുഗ്രഹിക്കപ്പെട്ട്. വലിയ സന്തോഷത്തോടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ പോലെ തൊഴുത്തിൽ നിന്ന് പുറത്തു വന്ന തുള്ളിച്ചാടുന്ന പശുക്കിടാങ്ങളെ പോലെ സന്തോഷത്തോടെ this is the year of redemption, this is the year of restoration വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. അവൻ നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തിൽ പാടണം. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം
സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലാ, യേശുവിനെ വീണ്ടെടുത്തു. ഒന്നോടെ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാ, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ, സർവശക്തനായവനെ, സർവശക്തനായവനെ. ആമേൻ, ഹല്ലേലൂയ. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ, നമ്മളിങ്ങനെ അവനിൽ ശരണപ്പെട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ അവന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മഗ്ദലന മറിയത്തെ പോലെ, സഖേവൂസിനെ പോലെയൊക്കെ ദൈവത്തിൻ്റെ കരുണയും ശക്തിയും മനസ്സിലാകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിക്കണം. That is what pleases God the most. നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞതും ചളുങ്ങിയതും പിടിച്ചതുമായ ജീവിതത്തെ ഇങ്ങനെ ശരിയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്. സഹോദരങ്ങളെ, ഇനിയും സമയം വേസ്റ്റാക്കരുത്. ലോകത്തിൻ്റെ ബുദ്ധിയും ലോകത്തിൻ്റെ രീതിയിലും നടന്ന് നമുക്ക് ഈ രക്ഷ സ്വന്തമാക്കാൻ പറ്റില്ല. പത്രോസ്ലീഹ നമുക്ക് വലിയ വലിയ മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുന്നൊരു സമൂഹമാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഒരുക്കം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. 2 പത്രോസ് 3:12 പറയും, ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ അവന് കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവിൻ. അപ്പം നമ്മൾ ഈ ഒരു പ്രത്യാശയിലുള്ളവർ അവൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കയ്യും പൂട്ടി രൂപക്കൂട്ടി കയറി ഇരിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ അവൻ വരുന്നതിന് മുമ്പ് ഈ രക്ഷ ഈ ലോകത്തിൽ എത്രത്തോളം മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സർവ്വസമ്പത്തും നമ്മുടെ സർവ്വ കഴിവും നമ്മുടെ സർവ്വസ്വാധീനം ഈ ലോകത്തിലുള്ളതെല്ലാം ഇനി ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഇതാണ് സ്വർഗം നമ്മളോട് പറയുന്നത്. അപ്പം അതാണ് ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇനിയും എന്തുണ്ടാക്കാം, ഈ ലോകത്തിൽ ഇനി എന്ത് നേടാം എന്ന് വെച്ച് ലോകത്തിൽ നേടണ്ട എന്നല്ല കർത്താവ് പറയണം. അത് തമ്പുരാൻ നിനക്ക് തന്നോളും. അതിനുള്ളൊരു വിശ്വാസം നിനക്കില്ല. 2024 ഇല്ല. അതുകൊണ്ടാണ് നീ ഇതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കിതെല്ലാം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനിയും നീ എത്രത്തോളം പിടിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നഷ്ടങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ട്. കാരണം ലോകത്തിലെല്ലാവരും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ആരൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണോ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആരെങ്കിലും തനക്കായി സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ അവനത് നഷ്ടപ്പെടും. ആരൊക്കെ സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ടോ അവനത് കണ്ടെത്തും. ഇതാണ് ബൈബിളിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതാണ്. അപ്പോൾ ഇതിലേക്കിപ്പോൾ നമ്മൾ
കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. നമുക്ക് ഈ വിശ്വാസം ഇല്ലാത്തതാണെന്ന് നമ്മുടെ പ്രശ്നം. അപ്പം നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റുന്നില്ല. നമ്മളിപ്പോഴും നമ്മുടെ കയ്യിലുള്ളതും നമ്മുടെ കാൽക്കുലേഷനും നമ്മുടെ അറിവൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു റിസ്റ്റോറേഷൻ 2024 നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി. ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ്. തീർച്ചയായിട്ടും അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നൊരു കൂട്ടായ്മയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് ഓട്ടയായിട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കൂടുതൽ റിസ്റ്റോറേഷൻസ് നടക്കണം. എന്തിനാണ്? നമ്മൾ കൂടുതൽ ഈ കാരുണ്യത്തെ ലോകത്തിൽ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ, കുഷ്ഠരോഗിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയെങ്കിൽ, തളർവാദ രോഗിക്ക് തന്നെ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടിയെങ്കിൽ, അന്ധന് കാഴ്ച തിരിച്ചിട്ടെങ്കിൽ, മർത്തായ്ക്ക് മറിയത്തിന് സഹോദരനെ തിരിച്ചു കിട്ടിയെങ്കിൽ നമുക്കും അവൻ തിരിച്ചു തരും. എന്തിനാണ്? ഈ കരുണ, ഈ ദൈവത്തെ, ഈ സ്നേഹത്തെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ റിസ്റ്റോറേഷൻ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതിന് പ്രധാനമായിട്ട് ഒരു 5-10 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ജീവിതത്തിലെ ഏത് ദുരിതങ്ങളിൽ നിന്നും, കഷ്ടപ്പാടിൽ നിന്നും, വേദനകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, കടത്തിൽ നിന്നും ബാധ്യത നമ്മളെ വീണ്ടെടുക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ. പക്ഷേ ഈ കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ദൈവം? സംഗതി നമ്മൾക്ക് ഈ ലോകത്തിൽ പല ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കും. പക്ഷേ കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ്? ഫുൾ ടൈമേഴ്സ് മസ്റ്റ് സേ ഇറ്റ്. എന്താണ്? പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറയും അല്ലേ? നമ്മുടെ വിശുദ്ധീകരണമാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നല്ല, ലോകത്തിനുമായിട്ടുള്ള അനുരൂപപ്പെട്ട് കിടക്കുകയാണ് നമ്മൾ. ഈ ലോകത്തിന് വളരെയധികം ഇഴുകിച്ചേർന്നിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടണം. അപ്പോൾ 3 തരത്തിലുള്ള കെട്ടുകളാണ്. കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 ത്രിവിധ പാപ അവസ്ഥകളിൽ നമ്മൾ മാറ്റപ്പെടണം. ഇനിയും കണ്ണിൽ കാണുന്ന കിട്ടണം, ശരീരത്തിൻ്റെ സുഖങ്ങൾ അന്വേഷിച്ച് നടക്കുന്നൊരു കാലമല്ല. ഇതൊക്കെ ത്യജിക്കാനും വർജിക്കേണ്ട ഒരു കാലമായി. ദൈവം അനുവദിച്ചിട്ടുള്ളത് മാത്രം ആസ്വദിക്കുക. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചിട്ടുള്ളത് മാത്രം സ്വന്തമാക്കി വെക്കുക. ഇതിൻ്റെ പേരാണ് ക്രമം. ദൈവം ഒരു ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ക്രമം തെറ്റി നമ്മൾ ബാക്കിയുള്ളവർ വേണ്ടതും ബാക്കിയുള്ളവർക്ക് വേണ്ടതെല്ലാം നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുക. എന്നിട്ട് യേശു യേശു എന്ന് വിളിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടത് എന്തെത്രയാണ് അതിൽ ഞാൻ സംതൃപ്തനാകണം. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രമത്തിലേക്ക് നമ്മൾ വരണം. അപ്പോൾ വീട്ടിലിരിക്കുന്നതും തലമുറകളുള്ളതും പോരാഞ്ഞിട്ട് ഇനിയും നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കണ്ണിൻ്റെ ദുരാശ എന്ന്. അത് ജഡത്തിൻ്റെ ദുരാശ, പിന്നെ അഹന്ത, സ്വാർത്ഥത. അപ്പം ഇങ്ങനെയുള്ള ത്രിവിധ പാപ അവസ്ഥയിൽ നമ്മൾ മോചിക്കപ്പെടണം. ഇതാണ് നമ്മളോട് ദൈവം കരുണ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ഇത് നമ്മുടെ പാപാവസ്ഥ നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി കിടക്കുന്നൊരു സാധനം. ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഇതാണ് ദൈവം കരുണ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആ പുറത്തു വരാൻ വേണ്ടി നീ നടത്തുന്ന പരിശ്രമങ്ങളാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളം. ഹല്ലേലൂയ. ജെറീക്കോയിൽ കിടക്കുന്ന ബർത്തമ്യൂസ്. ജെറീക്കോ ശപിക്കപ്പെട്ട ലോകമാണ്. അവിടെ ഇരിക്കുന്ന ബർത്തമ്യൂസിന് രക്ഷ കിട്ടണം. അവനെന്തു ചെയ്തു? അവൻ്റെ പുറംകുപ്പായം വലിച്ചെറിയാണ്. അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ലോകം തരുന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട് നമുക്കെല്ലാവർക്കും. നമ്മളൊക്കെ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന എന്തൊക്കെയോ പേരിലാണ്. നിങ്ങളുടെ കുടുംബ പേരോ, നിങ്ങളുടെ ബിസിനസ് പേരോ, നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ, നിങ്ങളുടെ ജോലിയോ, ഇതിനൊക്കെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഐഡൻറ്റിറ്റി വെച്ച് നമുക്കൊരിക്കലും യേശുവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ സ്വന്തമാക്കാൻ പറ്റില്ല. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളൂ. എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ആ മഹത്വം, ആ ഐഡൻറ്റിറ്റിയിൽ വേണം നമ്മൾ വരാനായിട്ട്. അപ്പം അതിലേക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ ആ ഐഡൻറ്റിറ്റി അത് വരുമ്പോൾ എന്ത് ചെയ്യണം? ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഇന്ന് നമുക്ക് പലർക്കും അത് ഉപേക്ഷിക്കാനായിട്ട് താല്പര്യമില്ല. നമ്മളിപ്പോഴും ജെറീക്കോയിൽ കിടന്നുകൊണ്ട് എങ്ങനെ കരുണ സ്വന്തമാക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈജിപ്തിൽ കിടന്നുകൊണ്ട് എങ്ങനെ തേനും പാലും ഒഴുകുന്ന ദേശം സ്വന്തമാക്കാമെന്നാണ് ആഗ്രഹം. നോ, യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. യു ഹാവ് ടു കം ഔട്ട് ഓഫ് ജെറിക്കോ. അപ്പോൾ ഈജിപ്തിൽ കിടന്നിട്ടുള്ള ഒരു ആരാധനയും ദൈവത്തിന് സ്വീകാര്യമല്ല. ജെറീക്കോയിൽ കിടന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയും ദൈവത്തിന് സ്വീകാര്യമല്ല. ഈ ലോകത്തിൽ നടന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു കലാപരിപാടികളും ദൈവത്തിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. 2, അവൻ്റെ ആശ്രയം, അവന് വേണ്ടിയിരുന്ന അവന് പിച്ചപാത്രം ഉണ്ടായിരുന്നു, അവിടെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ ഉപജീവന മാർഗം അവൻ ആശ്രയിച്ചാൽ അവൻ്റെ കഴിവിലും അവൻ്റെ അധ്വാനത്തിലും അവൻ്റെ ഇതാണ്. ആദത്തിൻ്റെ പ്രതിപുരുഷനാണ് ആ ജെറീക്കോയിലെ ബർത്തമ്യൂസ് എന്ന് പറയുന്നവൻ. കാരണം അവൻ്റെ അധ്വാനം, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ശപിക്കപ്പെട്ട മണ്ണിൽ അധ്വാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ബർത്തമ്യൂസ് അവൻ ആ പരിപാടി ഉപേക്ഷിക്കുകയാണ്. അവൻ ഇനി സമ്പത്ത് നേടിയിട്ടല്ല അവൻ്റെ ജീവിതം ധന്യമാകുന്നത്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് എൻ്റെ ജീവിതം ധന്യമാകുന്നത്. ഈ ബന്ധം വിട്ടുപോയി എന്ന് തിരിച്ചറിയുന്നവൻ അത് സ്വന്തമാക്കാൻ വേണ്ടി അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ച് വന്ന ബർത്തമ്യൂസിനെ കണ്ടിട്ട് ഈശോ പറയാണ്, നിൻ്റെ വിശ്വാസം വെരി ഗുഡ്, നീ പൊയ്ക്കൊള്ളുക. അവിടെയാണ് ആ കരുണ ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്നിട്ട് അവൻ എന്ത് ചെയ്തു? സൗഖ്യപ്പെട്ടതിന് ശേഷം അവൻ എങ്ങോട്ട് പോയി? അവൻ യേശുവിനെ അനുഗമിച്ചു. അല്ലേ? ദൈവത്തിലായിത്തീരുക. ഇതാണ് വിശുദ്ധീകരിക്കുക എന്നത്. ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം. ഈ സാധനം നമ്മുടെ ഡിക്ഷണറിയിലില്ല. ദൈവത്തിലെത്തിച്ചേരണം, ദൈവത്തോടൊന്നു ചേരണം, ദൈവത്തിലായിത്തീരണം എന്നുള്ളത് നമ്മുടെ നിഘണ്ടുവിലില്ല. നമ്മളിനി ഇവിടെ എന്തൊക്കെ നേടാം, എന്തൊക്കെ സമ്പാദിക്കാം, നഷ്ടപ്പെട്ട എന്തോരം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പം അതിൽ നിന്ന് മാറി ഈ ദൈവത്തിലേക്ക് വരണം. വിശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒന്ന് ചേരുക എന്നാണ്. അപ്പോൾ ഇതാണ് കരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആവണം. 2, ഇങ്ങനെ കരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകും. അപ്പോൾ ഇതാണ് കരുണയുടെ ഉദ്ദേശം. അപ്പോൾ ഇത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. യേശുവിൽ ആയിത്തീരുക, എൻ്റെ ആത്മരക്ഷ. ആത്മാവ് പാപകറകളിൽ നിന്നും, പ്രത്യേകിച്ച് ത്രിവിധ പാപ ആസക്തിയിൽ നിന്ന് ഞാൻ മോചിക്കപ്പെടണം. ഇതൊന്നും എന്നെ ഭരിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ എന്തിനാലെല്ലാം ഭരിക്കപ്പെടുന്നുവോ അതിൻ്റെ എല്ലാം അടിമകളാണ് നമ്മൾ. ചില സാധനങ്ങൾ നമുക്കില്ലാതെ പറ്റത്തില്ല, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ബോധക്ഷയം ഉണ്ടാകുക. അതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ ഇതിൻ്റെ എല്ലാം അടിമയാണ്. അപ്പോൾ ഇങ്ങനത്തെ അടിമത്തത്തിൽ കിടക്കുന്ന നമുക്കൊരിക്കലും ഈ കരുണ സ്വന്തമാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ മോചിക്കൊണ്ടിരിക്കും. 2, ഈ കരുണ സ്വന്തമാക്കാൻ നമ്മളുടെ ജീവിതവും കരുണയാൽ നിറയപ്പെടണം. ഇന്ന് പത്രോസ് ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, അവൻ നിന്ദിക്കപ്പെട്ടവനെ തിരിച്ച് നിന്ദിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടവരെ തിരിച്ച് പീഡിപ്പിച്ചില്ല, അവരോടെല്ലാം കരുണ കാട്ടി. അതുകൊണ്ടാണ് യേശുവിനെ കല്ലറയിൽ നിന്ന് ദൈവം ഉയർത്തിയത്. അത്യധികം ഉയർത്തി. നിന്നെയും ഉയർത്തും, അതിനപ്പുറത്തേക്ക് നിന്നെ ഉയർത്തും ദൈവം. പക്ഷേ നീയും മറ്റുള്ളവരോട് കരുണ കാണിക്കണം, അപ്പോഴേ കരുണ ലഭിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ എല്ലാ നിന്ദനത്തിനും പരിഹാസത്തിനും പീഡനത്തിനും കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും കരുണ ലഭിക്കില്ല. അപ്പോൾ നമ്മുടെ ജീവിതവും സ്നേഹത്താലും കരുണയാലും നയിക്കപ്പെടണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ കരുണയുടെ കഥ പറഞ്ഞു. നമ്മൾ സമറിയാക്കാരൻ്റെ ജീവിതത്തിൽ കരുണ കണ്ട്, മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിലെ കരുണ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആ കഥകളൊക്കെ പറയുമ്പോൾ, ആ സംഭവങ്ങൾ പറയുമ്പോഴും ഒരു കരുണയില്ലാത്തൊരു സേവകൻ്റെ കഥയും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. കാരണം വെള്ളിയാഴ്ച ഇവിടെ കൂടുന്ന എന്തിനാണ്? ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കണം. നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ ദൈവകാരുണ്യത്തിൻ്റെ പ്രകീർത്തനമുണ്ടാകണം. ഈ കരുണ ഏറ്റുപറഞ്ഞുകൊണ്ടും എപ്പോഴും ഈ കാരുണ്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടും വേണം നാം ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് യാചിക്കാൻ.
എൻ്റെ ജീവിതത്തിൽ റിസ്റ്റോറേഷൻ വേണം, റിഡംഷൻ വേണം, എൻ്റെ സൗഖ്യമുണ്ടാണെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരുണയാലാണ് നടക്കാൻ പോകുന്നത്, എൻ്റെ കഴിവോ ബുദ്ധി കൊണ്ടല്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ഇതെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന നീ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്? ഈ കരുണയെ നിരന്തരം പ്രകീർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. നിൻ്റെ അധരങ്ങൾ കൊണ്ട് ഈ കരുണയെ നീ ഏറ്റുപറയണം. ഇതാണ് ദാവീദിൻ്റെ പുത്രനായ യേശുവേ, ബർത്തമീയുസിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനയാണ്, എൻ്റെ മേൽ കരുണയുണ്ടാകണം. കാരണം നീ കരുണയുള്ളവനാണെന്ന് പറയണം. അപ്പം കരുണ നീ യാചിക്കുമ്പോൾ ആ കാരുണ്യത്തെ നീ പ്രകീർത്തിക്കണം. ദാറ്റ് ഈസ് വൈ വി ഗ്യാദർ ഹിയർ. നമ്മളിവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതിൻ്റെ കാരുണ്യത്തെ, നന്മയും പ്രകീർത്തിക്കുന്ന ഒരു ജീവിത രീതി നിൻ്റെ ജീവിതത്തിലുണ്ടാകണം. അതിവിടെ വെള്ളിയാഴ്ച മാത്രം പോരാ, ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കൾ, ചൊവ്വ നിൻ്റെ വീട്ടിലും ഈ സ്തുതി ആരാധന നിൻ്റെ ലൈഫിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ ഈ കാണിക്കുന്ന കാരുണ്യത്തോട് നീ വിശ്വസ്തനായിരിക്കണം. ഇന്ന് നിനക്കൊരു സൗഖ്യം കിട്ടി നിൻ്റെ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഉടനെ നീ കണ്ടം വഴി പോകരുത്, വേറെ പരിപാടിക്ക് പോകരുത്. യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു വാട്ട് ഗോഡ് ഹാസ് ഗിവൻ ടു യു. അതിനോട് നമ്മൾ വിശ്വസ്തത പുലർത്തണം. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത്. ഇത് 3 കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് അനേകം മക്കൾക്ക് ഈ ഇത്ര വാരിക്കോരി നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടൊരു ദൈവമുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾക്കിത് കിട്ടുന്നില്ല? അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കരുണ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയത് എവിടെയാണ്? യേശുവിലാണ്. യേശു ക്രിസ്തുവിൽ മാത്രമേ ഈ റിസ്റ്റോറേഷനുള്ളൂ, റിഡംഷനുള്ളൂ. ഈ കരുണ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്താ കരുണ? അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതും കുറവുകൾ പരിഗണിക്കാതെ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ. നിൻ്റെ യോഗ്യതയോ അർഹതയോ നിൻ്റെ പാപകരമായ ജീവിതം നോക്കിയിട്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. ഈ കരുണ നമുക്ക് ലഭ്യമാകുന്നത് ഒരാളിലൂടെ ഉള്ളൂ. ആരിലൂടെയാണ്? യേശുവിലൂടെ. അപ്പോൾ യേശു നിനക്ക് എത്രത്തോളം കർത്താവാണ് എന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ കരുണ ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം. യേശു കർത്താവാണെന്ന് പറയുന്ന അർത്ഥം എന്താ? നിൻ്റെ ജീവിതം എത്രത്തോളം യേശുവിനും യേശുവിൻ്റെ വചനത്തിനും അനുസരിച്ച് നിൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു, അതാണ് ഈ കരുണ ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം. നമ്മൾ അധരം കൊണ്ട് യേശുവെ എന്ന് വിളിക്കാൻ മിടുക്കരാണ്, പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ, ഈ ലോകം പറയുന്നത് പോലെയാണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഇതാണ് ഇന്ന് അനേകർ നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം എന്നാണ്. അപ്പോൾ ഈ കരുണ നമുക്ക് ലഭിക്കുന്ന യേശുവിലാണ്. യേശു നിനക്ക് എത്രത്തോളം കർത്താവും ദൈവവുമാണ് എന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ കരുണ ലഭിക്കുന്നത്. നമ്മളിപ്പോഴും നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തോരം പ്രാർത്ഥിച്ച്, ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ പോയി, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, എന്നിട്ടും ദൈവം ഇതുവരെ എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. ബ്രദറെ എന്താണ് കാരണം എന്ന് ചോദിച്ചു. ബ്രദർമാരിങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പറയും, അത് ഇന്ന കാരണമുണ്ട്. എൻ്റെ ഉപ്പാപ്പൻ എന്തോ ചെയ്തു വെച്ചിട്ട്. ഒരു പാപ്പനും ചെയ്തതൊന്നുമില്ല, ഒറ്റ കാരണമേ ഉള്ളൂ, നീ ഇപ്പോഴും ക്രിസ്തുവിന് നിൻ്റെ ജീവിതം കൊടുത്തിട്ടില്ല. സിമ്പിൾ. വേറൊരു കാരണവുമില്ല. വേറൊരു കാരണത്തിന് ഒരു വശം. നിൻ്റെ പാപ്പനെ എത്ര മാരക പാപം ചെയ്താലും, എത്ര കൂടോത്രം ചെയ്താലും, എത്ര വലിയ തോന്നിവാസം ചെയ്താലും, ഇഫ് യു സറണ്ടർ ലൈഫ് ടു ക്രൈസ്റ്റ് യു വിൽ ബി ഫ്രീ ദാറ്റ് ഡേ. ഹല്ലേലൂയ. അത്രയും പവർഫുള്ളാണ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷ. പക്ഷെ നമ്മളിപ്പോഴും യേശുവിന് നമ്മുടെ ജീവിതം കൊടുത്തിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഇച്ഛ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സുഖങ്ങൾ, ഇതൊക്കെ എൻ്റെതാണ്. ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെ യേശുവെ എന്ന് നന്നാക്കി തരാമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതിനല്ല യേശു കർത്തൃത്വം എന്ന് പറയാം. എൻ്റെ ഇച്ഛ യേശു ഇച്ഛിക്കുന്നത് ഞാൻ ഇച്ഛിക്കണം. എൻ്റെ സ്വപ്നങ്ങൾ യേശുവിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരിക്കണം. എൻ്റെ ആഗ്രഹങ്ങൾ യേശുവിൻ്റെ ആഗ്രഹങ്ങളായിരിക്കണം. എൻ്റെ അഭിലാഷങ്ങൾ എൻ്റെ യേശുവിന് ഇഷ്ടമുള്ളതായിരിക്കണം. ഇതാണ് യേശു എന്ത് ചെയ്യണത്?
എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ്, എൻ്റെ വേ ഐ മേക്ക് മണി, ഇതെല്ലാം എങ്ങനെയുള്ളതായിരിക്കണം? യേശു ആഗ്രഹിക്കുന്ന പോലെ ആയി മാറും. അങ്ങനെ നിൻ്റെ ജീവിതം എത്രത്തോളം ക്രിസ്തുവിന് ഭരമേൽപ്പിക്കുന്നു അത്രത്തോളം ഈ അനന്തമായ കരുണ നിൻ്റെ ജീവിതത്തിൽ വരും. അല്ലാതെ ദൈവം ആരെ അനുഗ്രഹിക്കാത്തതല്ല. നിനക്ക് 2000 വർഷം മുമ്പ് നിങ്ങളെ നിൻ്റെ കുടുംബത്തിലും 100 തലമുറ വരെയുള്ള എല്ലാ കെട്ടുകളും യേശു ക്രിസ്തു അഴിച്ചതാണ്. ഇത് ഇതിനിപ്പോൾ ദൈവം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ സ്വന്തമാക്കണം. ഇത് സ്വന്തമാക്കാൻ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ യേശുവിന് നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കണം. ഹല്ലേലൂയ. അല്ലേലും വയ്യാന്നല്ല, ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി അയ്യോ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ചുമ്മാ 4 ഹല്ലേലൂയ 10 സ്വർഗ്ഗസ്ഥന 30 വിശ്വാസപ്രമാണം ചൊല്ലി കഴിയുമ്പോൾ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടത്തില്ല. വി നീഡ് ടു വർക്ക് ഇറ്റ് ഔട്ട്. നിൻ്റെ സമർപ്പണത്തിൻ്റെ അളവാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം. അതാണ് ക്രിസ്തുവിന് നീ എത്രത്തോളം നിന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിൻ്റെ കർത്താവും ദൈവവുമായിട്ട് നീ സ്വീകരിക്കണം. അവൻ നമുക്ക് എത്രത്തോളം കർത്താവാണെന്നതിൻ്റെ അടിസ്ഥാനമാണ് ഈ കരുണ. കാരണം ദൈവം ഒന്നും പിശുക്കി വെച്ചിട്ടൊന്നുമില്ല. ദൈവം എല്ലാം തുറന്നിട്ടുണ്ട്. റോമ 8:32 തൻ്റെ പുത്രനെ തന്നെ നൽകിയോ നിനക്കായിട്ട് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. അവനോടുകൂടെ സമസ്തവും നിങ്ങൾക്ക് അവൻ തരും. എല്ലാം നിനക്ക് വേണ്ടത് ഈ ഭൂമിയിൽ വേണ്ടതും തരും, വരാനിരിക്കുന്ന ഭൂമിയിലുള്ളതും തരും. അപ്പം ദൈവം ഒന്നും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. അപ്പം ഈ സമർപ്പണമാണ്. അപ്പം ഇങ്ങനെ സമർപ്പിക്കുക എന്ന് പറയുന്നിടത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. നമുക്കൊക്കെ ഒത്തിരി സ്വാർത്ഥപരമായ താല്പര്യങ്ങളുണ്ട്. അതൊന്നും വിടാൻ നമ്മൾ തയ്യാറല്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ യേശുവിന് കർത്താവാകുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വിലയില്ലാത്തവനും വിവരമില്ലാത്തവനും ബുദ്ധിയില്ലാത്തവനുമായി നീ പരിഗണിക്കപ്പെടും. ഇതാണ് ഒരു പ്രശ്നം. കാരണം യേശുവിൻ്റെ പ്രിൻസിപ്പിൾസും യേശുവിൻ്റെ മൂല്യങ്ങളും യേശുവിൻ്റെ എന്താ പറയുക വാല്യൂ സിസ്റ്റമെല്ലാം ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിനും പ്രിൻസിപ്പിൾസിനും ഘടക വിരുദ്ധമാണ്. അപ്പോൾ യേശു പറയുന്നതനുസരിച്ച് നീ ജീവിക്കുമ്പോൾ നിൻ്റെ സ്വന്തം ഭാര്യ ആദ്യം പൊട്ടാന്ന് വിളിക്കും, പിന്നെ നിൻ്റെ അമ്മായിപ്പൻ മരുമണ്ടാന്ന് വിളിക്കും, പിന്നെ നിൻ്റെ മക്കൾ പൊട്ടാന്ന് വിളിക്കും, പിന്നെ നിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നിന്നെ മരമണ്ടാന്ന് വിളിക്കും. കാരണം എന്താണ് ഇങ്ങനെയാണ് ജീവിക്കണത് ചോദിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മൾ വിവരമില്ലാത്തവരും മണ്ടന്മാരാകാനും നമുക്ക് താല്പര്യമില്ല. ഇതാണ് യേശുവിനെ കർത്താവാകുക എന്ന് പറയുന്നതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഇവിടെ നിനക്ക് വലിയ ഒരു ജ്ഞാനം വേണം. എന്താണ്? ഈശോയെ പിൻചെല്ലാൻ ദൃഢനിശ്ചയം ചെയ്യുന്നത് മുതൽ നീ ഈ ലോകത്തിൽ വിലയില്ലാത്തവനും ഭോഷനും സ്ഥിരബുദ്ധിയില്ലാത്തവനുമായി ഗണിക്കപ്പെടും, അപഹാസ്യനും തെറ്റുകാരനുമായി പരിഗണിക്കപ്പെടും. ലോകത്തെയോ മറ്റുള്ളവരെയോ നീ ഭയപ്പെടരുത്. ഈ ലോകത്തിലെ ആൾക്കാർ നാളെ മുതൽ എന്നെ ഇനി എങ്ങനെ കാണും, ഞാനീ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവരെന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നുള്ള ഭയം കൊണ്ടാണ് 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി ആയിട്ട് നിന്റെ കടം അങ്ങനെ നിൽക്കുന്നത്, നിന്റെ രോഗങ്ങൾ അങ്ങനെ നിൽക്കുന്നത്, നിന്റെ കുടുംബത്തിൽ തകർച്ച നിൽക്കുന്നതിന്റെ കാരണം അതാണ്. ബിക്കോസ് യു ആർ നോട്ട് റെഡി ടു ബിക്കം എ ഫൂൾ ഫോർ ക്രൈസ്റ്റ്. അതിന് 2033 വരെ നീ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റും, അതുവരെ എത്തിയെങ്കിൽ. അതുകൊണ്ട് നിന്റെ കടവും രോഗവും ശാപവും ബാധ്യതയും നിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റാത്തത് ദൈവം ഇടപെടാത്തതുകൊണ്ടല്ല. നിനക്ക് ക്രിസ്തുവിനെ പ്രതി
ഈ ലോകത്തിൽ വിവരമില്ലാത്തവനും ഭോഷനും മണ്ടനുമാകാൻ താല്പര്യമില്ല. കാരണം നീ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. നിനക്ക് ലോകത്തിൽ 4 പേര് നിന്നെ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്. എന്തിൻ്റെ പേരിൽ? ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിൻ്റെ പേരിലല്ല. ഈ ലോകത്തിൽ നമ്മൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ കണ്ടുകൊണ്ട് കൈയടിക്കുന്ന അവരുടെ മുമ്പിൽ മണ്ടനും പൊട്ടനാകാൻ താല്പര്യമില്ല. എന്നാൽ നിന്റെ കടവും ബാധ്യതയും രോഗവും ശാപവും ദുരിതം വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? He became a fool on the cross of Calvary. And you are not ready to become a fool for the world. അവിടെയാണ് നിന്റെ പ്രോബ്ലം കിടക്കുന്നത്. അത് 2000 ഫെബ്രുവരി 8-ാം തീയതി 9-ാം തീയതി നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഇന്ന് വീട്ടിൽ ചെല്ലുന്നതിന് നിൻ്റെ പല പ്രശ്നങ്ങൾ ഇടപെടാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും മാറാൻ വലിയ താല്പര്യമില്ല. ഒരു ഭയമുണ്ട് നമുക്ക്. ഭയക്കുന്നവൻ പരാജിതനാകും. ക്രിസ്തുവിന് വേണ്ടി ഭോഷനും നിന്ദിതനുമാകുവാൻ ഈ ലോകത്തിൽ അഭ്യസിച്ചവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനെന്ന് നീ ഗ്രഹിക്കും. ആരാണ്? ദൈവത്തിൻ്റെ മുമ്പിൽ നീ ബുദ്ധിമാനാകണം. ലോകത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാനാകരുത്. ലോകത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാനാകുന്നവരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാനാകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമാനാകുന്നവനാണ് യഥാർത്ഥ ബുദ്ധി. അതിനെന്ത് വേണം? ക്രിസ്തുവിനെ പ്രതി ഭോഷനും നിന്ദിതനും അപഹാസ്യനുമാകാൻ തയ്യാറാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? 24 വർഷം മുമ്പ് 25 വർഷം മുമ്പ് ജന്മനാട് വിട്ട് വീട് വിട്ടിറങ്ങിയവനാണ് ഞാൻ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിത രീതി എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും സ്വീകാര്യമായിരുന്നില്ല. ഇത് പൊട്ടത്തരമാണ് നീ കാണിക്കുന്നത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്. അത് തുടർന്ന് വരുന്ന എല്ലാ പ്രവൃത്തികളിലും എൻ്റെ ഭാര്യ ഓരോ 1.5 വർഷത്തിലും ഗർഭിണിയാകുമായിരുന്നു. തൊഴിൽ വരുമാനം തുച്ഛം. 5000 രൂപ ശമ്പളമുള്ളപ്പോഴും എനിക്ക് 2 മക്കളുണ്ട്. 3-ാമത്തെ ആൾ ഗർഭത്തിലാണ്. വാട്ട് ഫൂളിഷ്നെസ് ആർ യു ഡൂയിങ് എന്നാണ് ചോദിക്കുന്നത്. നീ എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചോണ്ടേ? ഇങ്ങനെ വിഡ്ഢിത്തരമായിരിക്കുന്നവൻ 25 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ മുകളിലെത്തി. അവനെ ദൈവം ഉയർത്തി, എല്ലാ നാമങ്ങൾക്ക് ഉപരിയായി ഉയർത്തി. മലമുകളിൽ പണിത പട്ടണം പോലെയാണ് അവൻ്റെ വീട്. അവൻ്റെ അത്ര അനുഗ്രഹിക്കപ്പെട്ടൊന്നും ലോകത്തിലില്ല. പക്ഷെ വന്ന വഴി അപഹാസ്യത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും വിഡ്ഢിത്തരത്തിൻ്റെയും വഴികളാണ്. അങ്ങനെ വരുന്നവൻ്റെ ജീവിതത്തിൽ സ്വർഗമങ്ങ് തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഈ കരുണ സ്വന്തമാക്കാനുള്ള വഴി. ബാക്കി വഴികൾ അടുത്ത 2 ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ കണ്ണുകളൊന്നടയ്ക്കാം. ഒന്ന്, നിന്നെ വിശുദ്ധീകരിക്കണം. അതാണ് ആത്യന്തികമായ കരുണയുടെ ലക്ഷ്യം. അല്ലാതെ നിൻ്റെ കടം മാറലും രോഗം മാറലല്ല. അതിനു വേണ്ടിയിട്ടല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അതിനുവേണ്ടിയല്ല അവൻ നഗ്നനായത്. നീ ദൈവത്തിനുള്ളവനായി മാറും. സ്വർഗം നിൻ്റെ ജീവിതത്തിന് ലക്ഷ്യമായി മാറണം. വിശുദ്ധീകരിക്കണം, അനുദിനം വിശുദ്ധീകരിക്കണം. 2, ആ കാരുണ്യത്തെ നീ ഏറ്റുപറയണം, പ്രകീർത്തിക്കണം. ആ കാരുണ്യത്തോട് വിശ്വസ്തത പുലർത്തണം. എന്തു സംഭവിച്ചാലും അപ്പനെ വിട്ടു പോകരുത്. ദൈവത്തിൻ്റെ മകൻ ആ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു പായസത്തിന് വേണ്ടി ആ സ്ഥാനം കളഞ്ഞ ഒരുത്തൻ ബൈബിളിലുണ്ട്. 30 വെള്ളിക്കാശിന് ചിലമ്പൽ കേട്ടപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെടുത്തിയ യൂദാസിൻ്റെ മുമ്പിലുണ്ട്. അതുപോലെ ആകരുത് നീ. ഏതാനും നൈമിഷിക സുഖത്തിന് വേണ്ടി, ചില നേട്ടത്തിന് വേണ്ടി, ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ആ പുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി കളയരുത്. ആൻഡ് യു ഹാവ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു വാട്ട് ജീസസ് ഏൺഡ് ഫോർ യു. നിനക്ക് വേണ്ടി നേടിത്തന്ന, അവൻ്റെ രക്തം കൊണ്ട് നേടിത്തന്നത് ദൈവപുത്ര സ്ഥാനമാണ്. അതാണ് കരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനോട് വിശ്വസ്തനായിരിക്കണം. എന്ത് സംഭവിച്ചാലും അതിന് കളങ്കം ഉണ്ടാകാൻ പാടില്ല. 3, നീയും കരുണയുള്ളവനായിരിക്കണം. നീ കരുണയുള്ളവനായിരിക്കണം. നിന്നോട് തെറ്റ് ചെയ്തവരെ, നിന്ദിച്ചവനെയും പരിഹസിച്ചവനെയും പീഡിപ്പിച്ചവനോടും കരുണ കാണിക്കണം. തിരിച്ച് ചോദിക്കാൻ പോകരുത്, കുറ്റപ്പെടുത്താൻ പോകരുത്. അത് ദൈവത്തിനെ ഏൽപ്പിക്കണം. 4, യേശു ക്രിസ്തുവിനെ നിൻ്റെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിക്കണം. അവന് വേണ്ടിയിട്ടാണ് ജീവിതം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്
നിൻ്റെ സ്വന്തം വീട്ടുകാർ നിന്നെ പൊട്ടനും മണ്ടനും വിവരമില്ലാത്തവനായിട്ട് പരിഗണിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ പരിഗണിക്കും, തള്ളിക്കളി. നിൻ്റെ ഭാര്യ ഭർത്താക്കളെ, നിൻ്റെ മാതാപിതാക്കളെ അങ്ങനെ കരുതും. അങ്ങനെ ബോഷനാകാൻ തീരുമാനിക്കുന്നതിനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ 2024 ജീവിതത്തിലൊരു പരിവർത്തനം നടത്താൻ തയ്യാറാവുക. ദിസ് മെർസി വിൽ റിസ്റ്റോർ എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ളൊരു കൃപയും ജ്ഞാനവും അഭിഷേകവും തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വർഷം വലിയ റിസ്റ്റോറേഷൻ്റെ വർഷമാണ്. എന്ന് വെച്ച് വെറുതെ റിസ്റ്റോറേഷൻ നടക്കില്ല, നമ്മളതിനു വേണ്ടി പരിശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം തരുന്ന വെളിപ്പെടുത്തലിനോട് നിങ്ങൾ എത്രമാത്രം റെസ്പോണ്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടയാളം. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ എത്ര നേരം മുട്ടുകുത്തി നിൽക്കുന്നോ, നിങ്ങൾ എത്ര ദിവസം ഇറച്ചി കഴിക്കാതിരിക്കുന്നതോ, നിങ്ങൾ എത്ര ജപമാല ചെല്ലുന്നതോ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡമല്ല. നിങ്ങൾ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വിശ്വാസത്തിൻ്റെ മാനദണ്ഡമല്ല. ദൈവം തരുന്ന വെളിപ്പെടുത്തലിനോടുള്ള നിൻ്റെ പ്രതികരണമാണ്. നിൻ്റെ ബുദ്ധി, നിൻ്റെ മനസ്സ്, നിൻ്റെ ഇച്ഛാശക്തി പോസിറ്റീവായിട്ട് അതിനോട് നീ പ്രതികരിക്കണം. നിൻ്റെ ശത്രുവിനെ, നിന്നെ നിന്ദിക്കുന്നവരെ, പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. നിൻ്റെ ബുദ്ധിയിൽ അത് കൊണ്ടുവരണം. നിൻ്റെ ഇച്ഛാശക്തിനെ നീ പ്രകടപ്പെടുത്തണം. നിൻ്റെ മനസ്സുകൊണ്ട് രൂപപ്പെടുത്തണം. ഐ ഹാവ് ടു ഫർഗീവ് ഹിം ആൻഡ് ഐ ഹാവ് ടു ബ്ലെസ് ഹിം ആൻഡ് ഐ ഹാവ് ടു ലവ് ഹിം. അത് വളരെ ബോധപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു കൃപ കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി ശരിക്കും അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിനോട് നീ റെസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ നിൻ്റെ വിശ്വാസം, അതിനാണ് വിശ്വാസം, അങ്ങനെ നിനക്ക് കരുണ സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു വർഷം നഷ്ടപ്പെടുത്തരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.